അയാൾ പെട്ടെന്ന് വൈലൻ്റായി വണ്ടിയുടെ ഇതിൽ നിന്ന് ചുറ്റിക്കെടുത്ത് വന്നു. പെർമിറ്റുള്ള വണ്ടികളിൽ കൈ കാണിച്ച് കയറാൻ വേണ്ടി നമ്മൾ യാത്രക്കാർ പരമാവധി ശ്രമിക്കുക. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഓടുന്ന ഒരുവിധം എല്ലാ പെർമിറ്റുള്ള എല്ലാ വണ്ടിക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് സംസാരിച്ചത്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പട്ടിണിയും പരിവേദനങ്ങളുമായി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കും അനധികൃത ടാക്സി സർവീസുകളുമൊക്കെ ചേർന്ന് ഇവരുടെ ജീവിത താളം തെറ്റിക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റാൻഡിൽ കാത്തുനിന്നാലും മിച്ചം വയ്ക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇവർ. ഇതിനിടയിലാണ് നഗരത്തിലൂടെ അനധികൃതമായി പെർമിറ്റില്ലാത്ത വാഹനങ്ങൾ സർവീസ് ഒപ്പിച്ച് മടങ്ങുന്നത്. ഇത്തരത്തിൽ ഓടുന്ന ടാക്സി വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്ത് പെർമിറ്റുള്ള വണ്ടികൾക്ക് സർവീസ് നടത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെടുകയാണ് പെരിന്തൽമണ്ണയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. സാധാരണക്കാരുടെ കുടുംബം പോറ്റാൻ സാധാരണക്കാർക്കായി സർവീസ് നടത്തുന്ന വണ്ടിയാണ് ഓട്ടോറിക്ഷ. രാവിലെ മുതൽ വൈകുന്നേരം വരെ സർവീസ് നടത്തിയാൽ ഇന്ധനവിലയും മാറ്റിവെച്ചാൽ ശേഷിക്കുന്നത് തുച്ഛമായ ലാഭം മാത്രം. പലപ്പോഴും അതും ഉണ്ടാകില്ല. പെരിന്തൽമണ്ണ പോലെ സദാ വാഹനക്കുരുക്കുള്ള നഗരത്തിൽ ഈ മുച്ചക്രത്തിൽ നിന്നും ലാഭമുണ്ടാക്കുക എന്നത് അത്ര എളുപ്പമല്ല. പെരിന്തൽമണ്ണയിൽ സർവീസ് നടത്താൻ പെർമിറ്റെടുത്ത വാഹനങ്ങൾ തന്നെ അസഖ്യമുണ്ട്. അതിനിടയിൽ മറ്റിടങ്ങളിൽ നിന്നെത്തി പെർമിറ്റില്ലാതെ ഓടുന്ന ഓട്ടോറിക്ഷകളും ധാരാളം. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഒന്നുമില്ലാത്ത അവസ്ഥ. നിരത്തിൽ പലപ്പോഴും ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും പതിവാണ്. സർവീസ് തന്നെയാണ് ലക്ഷ്യം. ഒരു 10 സർവീസെങ്കിലും നടത്തിയാൽ മാത്രമേ വാടകയ്ക്കോടുന്ന വാഹനങ്ങളുടെ വാടക കൊടുക്കാൻ കഴിയൂ. ഇതിനിടയിൽ പെർമിറ്റില്ലാത്തവർ കൂടി സർവീസ് നടത്തിയാൽ എന്തു ചെയ്യുമെന്നാണ് പെരിന്തൽമണ്ണയിലെ പെർമിറ്റുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചോദിക്കുന്നത്. 20-25 കിലോമീറ്റർ ദൂരെ നിന്നടക്കം വാഹനങ്ങൾ പെരിന്തൽമണ്ണയിലെത്തി സർവീസ് നടത്തുന്നുണ്ടെന്നാണ് പെരിന്തൽമണ്ണയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത്. രാവിലെ മുതൽ ടാക്സി സ്റ്റാൻഡിലെത്തി ഊഴം കാത്തു കിടന്നാൽ മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഒരു സർവീസ് ലഭിക്കുക. ഇതിനിടയിൽ പുറത്തുനിന്നും വരുന്ന വണ്ടികൾ ടൌണിൽ ചുറ്റി യഥേഷ്ടം സർവീസ് ഒപ്പിച്ച് മടങ്ങുകയാണെന്നും മോട്ടോർ വാഹന വകുപ്പും പോലീസും വിഷയത്തിൽ ഇടപെടണമെന്നും അനധികൃത സർവീസ് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. നല്ല ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ കളക്ഷൻ വണ്ടിയിൽ പോണ ആളാണ്. അപ്പോൾ ഒരു ദിവസം നല്ലൊരു സംഖ്യ അതിലേക്ക് വേണം. പിന്നെ റോഡിൻ്റെ മോശം കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ട്. ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞ് വന്നാൽ അത് അടുത്ത ട്രിപ്പ് കിട്ടണമെങ്കിൽ ഈ പെർമിറ്റില്ലാത്തവർ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു നല്ല തീരുമാനം ഇവിടെ എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഇതിൽ നേതാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും ഇറങ്ങിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ പെർമിറ്റുള്ള ഓട്ടോറിക്ഷ തൊഴിലാളിയും പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയ ഓട്ടോറിക്ഷ തൊഴിലാളിയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയ ആ സംഭവത്തിന് പിന്നിലും സർവീസ് തന്നെയായിരുന്നു വിഷയം. ഒരു യാത്രക്കാരി കൈ കാണിച്ചപ്പോൾ ഇവർ പെർമിറ്റില്ലാത്ത വണ്ടി ആളെ കയറ്റി. അപ്പോൾ നമ്മളത് ചോദ്യം ചെയ്ത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളിപ്പോൾ ഇവിടെ ഇല്ല, കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ പിന്നെ ഇവിടെ പെർമിറ്റ്, ഇവിടെ പാർക്കില്ല, ഇവിടെ ആർക്കും ഓടാ എന്നും പറഞ്ഞിട്ട് പിന്നെ ആൾ വാക്കേറ്റത്തിനും പിന്നെ കയ്യാങ്കളിക്കും വരിക ചെയ്തത്. പിന്നെ ആൾ പെട്ടെന്ന് വൈലൻ്റായി വണ്ടിയുടെ ഇതിൽ നിന്ന് ചുറ്റിക്കെടുത്ത് വന്നു. പിന്നെ നമ്മൾ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പറയുമ്പോൾ ഇയാളോട് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ സർവീസ് നടത്തുന്ന പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് അധികൃതർ അനുവദിച്ചു നൽകിയ പ്രത്യേക പെർമിറ്റ് നമ്പറുകളുണ്ട്. ഇത്തരത്തിൽ സ്റ്റിക്കർ പതിച്ച വണ്ടികളിൽ സർവീസ് നടത്താൻ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പെർമിറ്റുള്ള വണ്ടികൾക്ക് പ്രത്യേക വാട്സ്ആപ്പ് കൂട്ടായ്മയുമുണ്ട്. യാത്രക്കാർ പെർമിറ്റുള്ള വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ മറന്നുവെച്ചാൽ പോലും വീണ്ടെടുക്കാൻ ഈ കൂട്ടായ്മയിലൂടെ സാധിക്കുമെന്നും അവർ പറയുന്നു. ഇവിടെ പെർമിറ്റ് ഓട്ടോറിക്ഷ, മുനിസിപ്പാലിറ്റി അനുവദിച്ച പെർമിറ്റ് ഓട്ടോറിക്ഷകൾ 1000-ൽ പരം ഓട്ടോറിക്ഷകൾ ഇവിടെ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ സർവീസ് പെർമിറ്റില്ലാത്ത വണ്ടികൾ സർവീസ് നടത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. അവർ കടകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങുന്നത് നോക്കി വളരെ സ്ലോയിൽ വണ്ടി പോകുമ്പോഴാണ് ബ്ലോക്ക് കൂടുതൽ ഉണ്ടാകുന്നത് ടൗണിൽ. അപ്പോൾ നമ്മുടെ ടൗൺ പെർമിറ്റ് വണ്ടി തിരിച്ചറിയാൻ വേണ്ടി പെരിന്തൽമണ്ണ ട്രാഫിക് പോലീസ് അനുവദിച്ച സ്റ്റിക്കറുകൾ നമ്മളെല്ലാ വണ്ടിമേലുണ്ട്. പെരിന്തൽമണ്ണ റൗണ്ട് സ്റ്റിക്കറുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് വെള്ളയും റെഡിലും അടങ്ങിയിട്ടുള്ള PMNA എന്നും പെർമിറ്റ് നമ്പറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യാത്രക്കാരുടെ വിലപ്പെട്ട രേഖകളും
കാര്യങ്ങൾ ആഭരണങ്ങളടക്കം നഷ്ടപ്പെടുന്നത് നമുക്ക് ഈ കൂട്ടായ്മയുടെ നമുക്കൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് ഇവിടെ പെർമിറ്റുള്ള വണ്ടികൾക്ക്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് തിരിച്ച് ഉടമകളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ സൗകര്യപ്രദമാണ്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് തന്നെയാണ് പ്രധാനമായും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അന്നം മുടക്കുന്നത്. നഗരത്തിലെ ആശുപത്രികളും മുൻവശവും റിംഗ് റോഡുകളുമൊക്കെ സദാ ഗതാഗതക്കുരുക്കിലാണ്. ചില റോഡുകൾ വൺ വേയുമാണ്. പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തുകടക്കാൻ 4 റോഡുകളുണ്ടെങ്കിലും ഒരു വഴിയിലൂടെ മാത്രമേ ഓട്ടോറിക്ഷകൾക്ക് പുറത്തുകടക്കാൻ അനുവാദമുള്ളൂ. മിനിമം ചാർജിൽ ഓടേണ്ട ഇടമാണ് ലക്ഷ്യമെങ്കിലും ഈ വൺ വേ സംവിധാനത്തിലൂടെ കിലോമീറ്ററുകളോളം ചുറ്റി വേണം സർവീസ് പൂർത്തിയാക്കാനെന്നും ഇവർ പറയുന്നു. വിഷയത്തിൽ നഗരസഭ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവർ ഇടപെട്ട് സുഗമമായി സർവീസ് നടത്താനുള്ള സംവിധാനം ഒരുക്കിത്തരണമെന്നാണ് ഇവർ പറയുന്നത്. മുച്ചക്ര മുന്തിത്തള്ളി ജീവിതം കരുപ്പിടിപ്പിക്കാൻ പ്രയത്നിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളോട് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ സാധാരണക്കാർ. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.